സൈലന്റ് ലക്ഷറി. കയ്യിലുള്ള കാശ് നാട്ടുകാരെ കാണിക്കണം, നിർബന്ധമാണ്. ആദ്യകാലത്തൊക്കെ എത്ര പശുക്കളുണ്ടെന്ന് നോക്കിയിട്ടായിരുന്നു എത്ര പൈസക്കാരനാണെന്ന് തീരുമാനിക്കുക. പിന്നെ തെങ്ങിൻ്റെ എണ്ണമായിരുന്നു. 400 തെങ്ങുള്ള വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറയായിരുന്നു ഞങ്ങൾ വടകരക്കാർ. വീടിൻ്റെ വലിപ്പം അതൊരു പ്രധാന സംഭവമായിരുന്നു. പക്ഷെ വീട് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ വില എന്നുള്ളതാണ്. സഞ്ചരിക്കുന്ന വാഹനങ്ങൾ താഴെ നിർത്താനല്ലേ പറ്റൂ. വീട്ടിൻ്റെ ഉള്ളിലേക്ക്, കല്യാണ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? സ്വർണ്ണമൊക്കെ അണിയുക, ആഭരണങ്ങൾ അണിയുക എന്നുള്ളതാണ് കാശ് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഗോൾഡ് ഇപ്പം അത്രയും അങ്ങോട്ട് ഫാഷനബിൾ ആയിട്ടുള്ളൊരു സാധനം അല്ല. പിന്നെ നല്ല ഷർട്ട്, വാച്ചൊക്കെ. എന്തിനാ ആൾക്കാർ വാച്ച് കെട്ടുമ്പോൾ ഡയലിങ്ങനെ ഈ ഭാഗത്താക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സമയം കാണാൻ നല്ലത് ഉള്ളിൽ ആവുന്നതല്ലേ, ഇന്നർ പാമിലാവുന്നതല്ലേ. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് തിരിച്ചാക്കട്ടെ. കാരണം വാച്ചിൻ്റെ വില നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സമയം കാണാനുള്ള എളുപ്പത്തിനേക്കാൾ കൂടുതൽ ഷർട്ടിൻ്റെ മുകളിൽ, പോക്കറ്റിൻ്റെ മുകളിൽ ലോഗോ ഉണ്ടാവുക. ഇങ്ങനെ വന്ന് ചില ബ്രാൻഡുകളുടെയൊക്കെ കേസിലുണ്ടല്ലോ, നിങ്ങളുടെ ബാഗിനേക്കാൾ വലിപ്പത്തിൽ അതിൻ്റെ ലോഗോ ആണ് കാണുക. ലൂയി വിറ്റൺ, LV എന്നുള്ളത് ഇങ്ങനെ ഭയങ്കര വലിപ്പത്തിൽ കാണും. പലരും ഗുലുമാലായിട്ടുണ്ട്. നമ്മുടെ വീണ ജോർജ് മിനിസ്റ്ററുടെ ഒരു LV ബാഗ് ഭയങ്കര വിവാദമായിരുന്നു. VD സതീശൻ്റെ ഒരു ഷൂ അതുപോലെ വിവാദമായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഷാഫി പറമ്പിൽ MP കണ്ണടയാണ്. ബോൾമെയിൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഷർട്ടിട്ട് നടക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യം പറയാം എനിക്ക് ചിരി വരാറുണ്ട്. കാരണം അവരെക്കാളും വലുപ്പത്തിൽ ആ ബ്രാൻഡിൻ്റെ പേരിങ്ങനെ കുറുകയും നീളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് കോൾഡ് ലൗഡ് ലക്ഷറി. ലൗഡ് ലക്ഷറി, ലോഗോ സെൻട്രിക് ലൗഡ് ലക്ഷറി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായ ഒരു കാര്യമുണ്ട്. ജെഫ് ബെസോസിൻ്റെ ടീഷർട്ട് കണ്ടിട്ടില്ലേ നിങ്ങൾ? മാർക്ക് സുക്കർബർഗിൻ്റെ ടീഷർട്ട് കണ്ടിട്ടില്ലേ? ഏതാ ബ്രാൻഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, മനസ്സിലാവുകയില്ല. ഗൂഗിൾ ചെയ്താൽ, ChatGPT ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞുതരും. ലോറോ പിയാനോ എന്ന് പറഞ്ഞ പ്രഷ്യസ് ഇറ്റാലിയൻ ബ്രാൻഡ് ടീഷർട്ടാണ് സുക്കർബർഗ് അണിയുന്നത്. അതായത് ഇവരൊന്നും അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ ദേ വോണ്ട് അനൗൺസ് ദർ വർത്ത്. അവരുടെ സമ്പത്ത്, അവരുടെ സമ്പാദ്യം അവരിങ്ങനെ അനൗൺസ് ചെയ്യില്ല, വിളിച്ച് പറയില്ല. സൺസ്പെൽ എന്ന ഒരു UK പ്രീമിയം ബ്രാൻഡുണ്ട്. സുക്കർബർഗിൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് സാധനമാണ് സൺസ്പെൽ. പക്ഷേ ടീഷർട്ടിൽ ഒരിടത്തും സൺസ്പെല്ലിൻ്റെ ലോഗോ ഉണ്ടാവില്ല. അറിയുന്നവർക്ക് മാത്രം മനസ്സിലാവും. അവർക്ക് മാത്രം മനസ്സിലായാൽ മതി. എഗെയിൻ ഇതും ഒരു പുതിയ കാലത്തിൻ്റെ ഒരു ട്രെൻഡ് തന്നെയാണ്. കാരണം ഡിസ്ക്രീറ്റ് ആവുക എന്നുള്ളതാണ് സ്മാർട്ട് എന്നുള്ളത്. നമുക്കുള്ളത് ആളുകൾ അറിയാതിരിക്കുന്നതാണ് നമ്മുടെ വേർത്ത് കൂട്ടുക എന്നുള്ള ഒരു റിയലൈസേഷൻ. എഗെയിൻ ഈ എന്താ പറയുക, ഈ പോസ്റ്റ് ടെക് എന്നൊക്കെ പറയുന്ന ലോകത്തുള്ള ആളുകളിങ്ങനെ ഡീസെൻറ്റേർഡായി കഴിയുന്ന, സോളിറ്റ്യൂഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ലോകത്തെ പുതിയൊരു സ്റ്റാൻഡേർഡാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് വരുന്നത്. ഇതും വളരെ മുന്നേ ഉണ്ടായിരുന്നതാണ് കേട്ടോ. നിങ്ങൾ രത്തൻ ടാറ്റയുടെ എത്ര ഫോട്ടോ എടുത്തു നോക്കിയാലും അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ ഒരിടത്തും നിങ്ങൾക്കൊരു കമ്പനിയുടെ ലോഗോ കാണാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആയി ടാറ്റ എന്നുള്ള ബ്രാൻഡ് ഉള്ളപ്പോൾ പോലും കുറേ ബ്രാൻഡ്സ് ഉണ്ട് ഗ്ലോബലി. ഇതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, ലോറോ പിയാന, ദ റോ, ബ്രൂണല്ലോ ക്യുച്ചിനെല്ലി എന്നാണെന്ന് തോന്നുന്നു പ്രനൗൺസ് ചെയ്യുക, ബൊട്ടേഗ വെനേറ്റ, ഇസേ മിയാക്കെ. സ്റ്റീവ് ജോബ്സ് യൂസ് ചെയ്തിരുന്ന സാധനമാണ് ഇസേ മിയാക്കെ. ഇതുപോലുള്ള സൈലന്റ് ലക്ഷറി ബ്രാൻഡ്സ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ ബ്രാൻഡ്സിനെ കോപ്പി ചെയ്യാൻ പറ്റില്ല. LVയുടെ ഫസ്റ്റ് കോപ്പിയും സെക്കൻഡ് കോപ്പിയും തേർഡ് കോപ്പിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ലോറോ പിയാനയുടെ കോപ്പി ഉണ്ടാവില്ല. കാരണം അത് കോപ്പി ചെയ്യാൻ പറ്റില്ല. കൂളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടെത്താം. പാരഗണിൽ പോയിട്ട് ബിരിയാണി കഴിക്കുമ്പോഴുള്ള അതേ കൂൾനെസ്സോടെ, അതേ സാറ്റിസ്ഫാക്ഷനോടെ. പാരഗണിനെ പറ്റി പറയാണ്ട് പോകുന്നത് ശരിയല്ല. അടുത്ത പ്രാവശ്യം അത് നോക്കാം.